തിരമ്പുന്ന തിരൽമാലകൾക്കിടയിൽ കുറെ മീറ്ററുകൾ വരെ ഓപ്പൺ ബോട്ടാണ്, കപ്പലല്ല, സൗകര്യങ്ങളുള്ള ബോട്ടല്ല, ഒരു സൗകര്യമില്ലാത്ത സാധാരണ കപ്പലാണ്. പെട്ടെന്ന് മഴയിൽ ഹജ്ജ് ക്ലാസ്സിലേക്ക് നടക്കുന്നതിന് വേണ്ടി വരികയാണ്. അതാ കടൽക്ഷോഭം വളരെ വളരെ രൂക്ഷമാവുകയും ഇതാ മരണത്തെ മുഖാമുഖം കാണുന്ന രംഗം, മരിച്ചെന്ന് കടലിൽ മറിഞ്ഞെന്ന് വിശ്വസിക്കുന്ന രംഗം. പക്ഷേ ആ സമയത്തൊക്കെയും വിളിച്ചത് ബദരീങ്ങൾ തപസ്സുരാക്കിക്കൊണ്ട്, ബദരീങ്ങളെ എന്നെ രക്ഷപ്പെടാൻ യഥാർത്ഥത്തിൽ വിരീതൻ മനസ്സ് ഇതിൽ മരിക്കു, വെള്ളത്തിൽ മുങ്ങുക തന്നെ ചെയ്യും, മരിച്ചാൽ ഏതെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ പോലും റബ്ബേ എന്നെ എവിടെയെന്ന് കാണാൻ പോലും മനസ്സംഗത്തിന് നിറഞ്ഞ സമയത്ത് ഓർമ്മ വന്നത് ബദരീങ്ങളെ നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല, നിങ്ങൾ എന്റെ കൈവിടത്ത്. നോക്കിങ്ങളാ മൊലേര് പറയുന്ന ഒരു രംഗം ഒന്ന് ആലോചിച്ച് നോക്കിങ്ങൾ. അള്ളാഹ് വളരെ കൃത്യമായി പറയാണ്, അറേബ്യൻ മുശ്രിക്കുകൾ അവര് സമുദ്രത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാറ്റിലും കോളിലും പെട്ട് കപ്പൽ ആടിയുലഞ്ഞ് അവര് മുങ്ങി മരിക്കും എന്ന ഘട്ടമെത്തുമ്പോൾ അവര് അള്ളാനെ മാത്രമാണ് വിളിച്ചത്. എങ്ങനെ? മുഖ്ലിസീന ലഹുദ്ദീൻ, മനസ്സ് നിറഞ്ഞ് ആത്മാർത്ഥതയോടുകൂടി അവരെ അള്ളാനെ മാത്രമാണ് വിളിച്ചത്. ആ പ്രവൃത്തി അവർ ചെയ്തതിനെ അള്ളാഹ് ആക്ഷേപിച്ചുകൊണ്ടല്ല പറയുന്നത്. അങ്ങനെയാണ് അവർ കടലിൽ ചെയ്തതെങ്കിൽ കരയിലെത്തിയാൽ എന്തേ ഇവര് അള്ളാനെ വിട്ട് മറ്റുള്ളവരോട് ദുആ ചെയ്യുന്നത് എന്ന് റഹ്മാനായ റബ്ബ് അവരെ ആക്ഷേപിക്കുകയാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, സമുദ്രത്തിൽ വെച്ച് മുങ്ങിച്ചാവും എന്ന ഘട്ടമെത്തിയപ്പോ ഇതാ ഇനി എനിക്ക് വേറൊന്നുമില്ല എന്ന് വന്നപ്പോ ബദരീങ്ങളെ ഞാൻ വിളിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. പറയൂ, ഇയാളേത് തങ്ങളാണ്? ലോകത്തെ എല്ലാ തങ്ങന്മാരുടെയും ടോപ്പ് ലീഡറായ അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പാത ഇതാണോ? അമ്പിയാക്കളുടെ പാത ഇതാണോ? സമുദ്രത്തിൽ കാറ്റും കോളും വന്ന് അകപ്പെട്ട് കഴിഞ്ഞാൽ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കലാണ് നബിമാരുടെ പാത, ശുഹദാക്കളുടെ പാത, സിദ്ദീഖീങ്ങളുടെ പാത, സാലിഹീങ്ങളുടെ പാത. മറിച്ച് ഇങ്ങനെ കരയിൽ വെച്ചും കടലിൽ വെച്ചുമൊക്കെ ഇടങ്ങേറും ആപത്തും ബാധിച്ചു കഴിഞ്ഞാൽ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ചിരുന്ന അറേബ്യൻ മുശ്രിക്കിനേക്കാളും കടത്തി വെട്ടിയിട്ട് ആ സമയത്ത് പോലും ബദരീങ്ങളെ എന്ന് വിളിക്കാനാണ് ഇവർ സമയം കണ്ടെത്തുന്നതെങ്കിൽ ഇവരുടെ വിശ്വാസം എവിടെയാണ് ഇസ്ലാമുമായി പൊരുത്തപ്പെടുന്നത്?